നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരതി മോളെ മോളെ വായണിക്ക് മോളെ ആരതി ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നിനക്ക്? സീതമേ ആ വെള്ളം എങ്ങനെക്ക് അവള് കുടിക്കട്ടെ. എനിക്കിതെന്താ പറ്റിയ? സോഫി എവിടെ? സോഫി ആരതിയെ സുനിലിനെ ഏൽപ്പിച്ചിട്ട് പോയി. കുടിക്കാൻ തന്നതിൽ എന്തോ മയക്കുമരുന്നുണ്ടായിരുന്നെന്നാ തോന്നുന്നത്. ശരിയാ, ഞാൻ ആ ജ്യൂസ് കുടിച്ച ശേഷം മയങ്ങിപ്പോയി. അവളത് ചെയ്തത് സുനിലിന് വേണ്ടിയായിരുന്നു. അവൻ ആരതിയോട് പ്രതികാരം ചെയ്യാൻ. പക്ഷേ മുരളി അതിനു മുമ്പ് അവിടെ എത്തി അവരെ ഓടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്താ മഞ്ഞച്ചരട്? ഇത് താലിയാണല്ലോ. ഇത് എവിടുന്ന് വന്നു? ആരതി, ഇതെങ്ങനെയാ നിന്റെ കഴുത്തിൽ വന്നത്? എവിടുന്ന് കിട്ടി? പറ, എവിടെ നിന്ന് കിട്ടി നിനക്ക് താലി? ആരാ കെട്ടിയത്? എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും അറിയില്ല. പേടിയാവുന്നു എനിക്കിത് കണ്ടിട്ട്. ആരതി അതൊന്നും അറിഞ്ഞിട്ടില്ല. അതിനുള്ള ഓർമ്മ അവൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കറിയാമെങ്കിൽ പിന്നെ എങ്ങനെ? മുരളിക്കറിയാമോ ഇത് ആരെ കെട്ടിയതെന്ന്? അറിയാം. എനിക്ക് മാത്രമേ അതറിയാവൂ. ആരതിയുടെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഞാനാ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. തോന്നിവാസം കാണിച്ചിട്ട് ക്ഷമിക്കാൻ പറയുന്നോ? തന്നോട് ആരാടോ പറഞ്ഞത് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ? എടോ, ആരാ പറഞ്ഞെന്ന്? അത് ആ സോഫിയും സുനിലും കൂടെ. കള്ളം, ഒച്ച കള്ളം ഈ പറയുന്നേ. എല്ലാം ഉണ്ടാക്കി ചമച്ച കള്ള കഥ. ഇയാളൊരു വഞ്ചകനാ. അവസരം നോക്കി എന്നെ നശിപ്പിക്കുന്ന ദ്രോഹി. ആദ്യം കണ്ട ദിവസം മുതല് ഇയാൾ എന്റെ പുറകെ നടക്കുമായിരുന്നു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്നോട് ഇഷ്ടം കൂടെ നടക്കുന്ന കൊള്ളരുതാത്തവൻ. പെൺകുട്ടികളുടെ മാനത്തിന് വില കൽപ്പിക്കാത്ത കള്ളൻ. എത്ര തവണ ഞാൻ ഇയാൾ ആട്ടി കളഞ്ഞതാണെന്നറിയോ? എന്നിട്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തു. ഇന്ന് സൗകര്യം കിട്ടിയപ്പോ താലി കെട്ടി. കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല ഇയാള്? ആരതി, മിണ്ടി പോകരുത്. കൂടുതലും മിണ്ടിയോ ഞാൻ പോയി തൂങ്ങിച്ചാവും തന്റെ പേര് എഴുതി വെച്ചിട്ട്. ദൈവമേ, എനിക്കിത് ജീവിക്കാൻ
വേണ്ട. എന്റെ ജീവിതം നശിച്ചു. ഈ വഞ്ചകൻ മനഃപൂർവ്വം നശിപ്പിച്ചു. ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? അല്ല, ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും. മതി ന്യായം പറയല്. പ്രസാദേട്ടാ, നിങ്ങളും അനുജന്മാരും കൂടെ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് കൂടെ നിന്നത് ഇതിനാണെന്ന് കരുതിയില്ല ഞാൻ. ഞങ്ങൾ ആരും ഇല്ലാത്ത 3 പെൺകുട്ടികളാ. ഞങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ആളായും തൊഴിലായും പണമായും ഒക്കെ സഹായിച്ചപ്പോ ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമായിട്ട് അയച്ചവരാണ് നിങ്ങളാണ്. പക്ഷെ ഇപ്പോ നിങ്ങളിൽ ഒരാള് നിങ്ങളുടെ തനി സ്വരൂപം കാണിച്ചു തന്നിരിക്കുന്നു. വഞ്ചനയുടെയും ചതിയുടെയും തനി സ്വരൂപം. ഞങ്ങളുടെ നിസ്സഹായത ചൂഷണം ചെയ്യുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ ഒരു സഹകരണവും ഇല്ല. ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദിയുണ്ട്. ചേട്ടനും അനിയനും ദയവായി ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോയി തരണം. ഈ പാവങ്ങള് ആനാഭിമാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. മുരളി വാ. അങ്ങനെ കൈ വീശി പോകണ്ട. നോക്കി, ആര് കെട്ടിയതായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയതായാലും താലി ഒരു സ്ത്രീയുടെ പവിത്രമായ ബന്ധനമാണ്. അതിങ്ങനെ പൊട്ടിച്ചെറിയുന്നത് ദൈവനിന്ദയായി കണക്കാക്കും. നമ്മളത് ചെയ്യാൻ പാടില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനുള്ള പരിഹാരം താലി പറിച്ചെറിയുന്നതല്ല. സാവധാനം ആലോചിച്ചു വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. അതുവരെ ഈ താലി കഴുത്തി തന്നെ കിടക്കണം. കിടന്നേ പറ്റൂ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ പറയുന്നത്. ബാക്കി നിനക്ക് തീരുമാനിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.